ഓണത്തെ വരവേറ്റ് ബ്യൂട്ടി സിൽക്സ് ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം. സ്ക്രാച്ച് ആൻഡ് വിന്നില്ല, നറുക്കെടുപ്പില്ല, കൈ നിറയെ വാരിക്കോരി സമ്മാനങ്ങൾ. 3000 രൂപ മുതൽ 6000 രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് ഡിന്നർ സെറ്റ് 6 പീസ് മഗ്സ്. 6000 രൂപ മുതൽ 10000 രൂപ വരെയുള്ള ഓരോ പർച്ചേസുകൾക്കും അയൺ ബോക്സ്. 10000 മുതൽ 15000 വരെയുള്ള പർച്ചേസുകൾക്ക് പ്രഷർ കുക്കർ. 15000 മുതൽ 20000 രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് നോൺ സ്റ്റിക് കുക്ക് വെയർ. 20000 മുതൽ 25000 രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് ഈസി കുക്ക് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ. ഈ തകർപ്പൻ ഓണം ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ മാത്രം. ആഘോഷിക്കൂ ഈ ഓണം മിന്നിച്ചോണം ബ്യൂട്ടിയോടൊപ്പം. ബ്യൂട്ടി സിൽക്സ്. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിബി രാജേഷ്. നിർദ്ദിഷ്ട വടക്കാഞ്ചേരി ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാകുന്നു. റോഡ് നിർമ്മിക്കുന്നതിന് മുന്നോടിയായി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് സോയിൽ ടെസ്റ്റിംഗ് ആരംഭിച്ചു. മണ്ണ് പരിശോധനയ്ക്ക് ശേഷം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ്ങും ടോപ്പോഗ്രാഫിക് സർവേയും KRSPക്ക് സമർപ്പിക്കും. ഇവരുടെ അംഗീകാരം ലഭിച്ചതിന് ശേഷം മാത്രമേ പദ്ധതി ആരംഭിക്കൂ. കേരളത്തിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേരയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. കേരയിൽ കോർപ്പറേഷൻ 75 ദിവസത്തിനകം GID തയ്യാറാക്കി അംഗീകാരത്തിനായി റെയിൽവേക്ക് സമർപ്പിക്കും. എറണാകുളം ഷൊർണൂർ സെക്ഷനിൽ പുതിയ ട്രാക്കുകൾ നിർമ്മിക്കാൻ റെയിൽവേ ഉദ്ദേശിക്കുന്നതിനാൽ മേൽപ്പാലത്തിന്റെ ഡിസൈനും അലൈൻമെന്റും തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില തടസ്സങ്ങൾ നിലനിന്നിരുന്നു. ഈ തടസ്സങ്ങൾ നീക്കി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാരും റെയിൽവേ മന്ത്രാലയവുമായി നിരന്തരമായി നടത്തിയ ശ്രമങ്ങളുടെ ഫലമായാണ് GID തയ്യാറാക്കുന്നതിന് അനുമതി ലഭിച്ചതെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. റെയിൽവേയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അകമലയ്ക്കടുത്ത് പട്ടാണിക്കാട്ടിലേക്ക് പോകുന്ന വഴിയുടെ ഭാഗത്ത് നിലവിലുള്ള ഗേറ്റ് പരിസരത്ത് മേൽപ്പാലം നിർമ്മിക്കുന്നതിന് ധാരണയായിട്ടുള്ളതായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA പറഞ്ഞു. 4 വരി പാതയായിട്ടാണ് പുതിയ ബൈപ്പാസ് നിർമ്മിക്കുന്നത്. വടക്കാഞ്ചേരിയുടെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ പുതിയ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടെ കഴിയും. പുല്ലാനിക്കാട് മുതൽ മാരാത്തുകുന്നം വരെയാണ് പുതിയ ബൈപ്പാസ് നിർമ്മിക്കുക. കിഫ്ബിയാണ് പദ്ധതിക്ക് ആവശ്യമായ തുക അനുവദിച്ചിട്ടുള്ളത്. സേവ്യർ ചിറ്റിലപ്പള്ളി MLA കൗൺസിലർമാരായ CV മുഹമ്മദ് ബഷീർ, AD അജി, KU പ്രദീപ്, കേരയിൽ പൊതുമരാമത്ത് എഞ്ചിനീയർമാർ എന്നിവർ പങ്കെടുത്തു. പ്രത്യേകമായി തയ്യാറാക്കണം. അതിന് റെയിൽവേയുടെ തന്നെ അംഗീകരിച്ച ഏജൻസികൾക്ക് അത് തയ്യാറാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കേരളത്തിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അംഗീകരിക്കപ്പെട്ട ഒരു ഏജൻസി എന്ന നിലയ്ക്കാണ് കേരയിൽ കമ്പനി ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ സോയിൽ ടെസ്റ്റ്, മണ്ണ് പരിശോധനയും ഈ ജനറൽ അറേഞ്ച്മെൻറ്റ് ഡ്രോയിങ്ങിന് ആവശ്യമായ ടോപ്പോഗ്രാഫിക് സർവേ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 75 ദിവസം കൊണ്ട് ഇത് തയ്യാറാക്കി സദേൺ റെയിൽവേയുടെ മേൽപ്പാലങ്ങൾ കൈകാര്യം ചെയ്യുന്ന എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ ഇത് അംഗീകരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തയ്യാറാക്കി കഴിഞ്ഞ KRFBയും ഇത് അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അലൈൻമെൻറ്റ് പൂർണ്ണമാകുമ്പോൾ അപ്പുറത്ത് നമുക്കറിയാം നമ്മുടെ പുഴയിൽ ഒരു പാലം കൂടി നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പൊതുവിൽ KRFB അംഗീകരിച്ച് റെയിൽവേക്ക് സമർപ്പിച്ച് റെയിൽവേയുടെ അംഗീകാരം കൂടി ലഭിച്ചാൽ നമുക്ക് നമ്മുടെ ബൈപ്പാസിൻ്റെ അലൈൻമെൻറ്റ് നടപടികൾ പൂർത്തിയാകും. ഇതിനിടയിൽ ബാക്കി ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക അനുമതിക്ക് വേണ്ടി കൂടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായും വടക്കാഞ്ചേരി ബൈപ്പാസ് എന്ന പ്രൊജക്റ്റിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലായുള്ള മുന്നോട്ട് പോക്കായി വേണം ഈ നടപടികളെ കാണാൻ. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.